എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പണമിടപാടുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സികൾ. റോബിനെ തെളിയിക്കാൻ വേണ്ടി നടക്കുന്നു. ഒരുപാട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുമായിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സൊക്കെ ആയിട്ട് പ്രസ് മീറ്റിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ അതേക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ റോബിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വേദലക്ഷ്മിയും ഡോക്ടർ ഡ്രേക്കും ഇവരുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം റോബിൻ കഴിഞ്ഞ ദിവസം റോബിൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്കിനകത്ത് ഉണ്ടായിരുന്നത് റോബിനും ഈ പറയുന്ന ഓപ്പോസിറ്റ് പാർട്ടികളും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു. കുറേയധികം ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ കണ്ട 2 ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസാണ് ഈ സ്ക്രീൻഷോട്ട് വേദലക്ഷ്മി ഷെയർ ചെയ്തത്. അത് പ്രകാരം റോബിൻ അത് എഡിറ്റ് ചെയ്ത ഒരു ChatGPT വഴിയോ അല്ലെങ്കിൽ AI വഴി ക്രിയേറ്റ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടാണ് എന്ന രീതിയിലാണ് പുറത്ത് സ്പ്രെഡായത്. ആ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്ന സ്ക്രീൻഷോട്ടാണ്. ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ. അത് കഴിഞ്ഞിട്ട് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഫ്രം റോബിൻ രാധാകൃഷ്ണൻ. തൊട്ട് താഴെ ടു അബിൽ ദേവ് കെ ഫ്രം പ്രവീൺ പി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രവീൺ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഫണ്ട് പോയതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ SBIയിൽ നിന്ന് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ, ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ നടന്നാൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്നെങ്ങനെ വരും എന്നുള്ളതാണ് എല്ലാവർക്കും തോന്നിയ സംശയം. തൊട്ട് മേളിൽ റൗണ്ടിനകത്ത് ഒരു എഫും കാണുന്നുണ്ട്. ഇപ്പോൾ പ്രവീണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ P അല്ലേ വരേണ്ടത്, എന്തുകൊണ്ട് F വന്നു? ഇതാണ് ഡൗട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ F അവിടെ വന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ സംശയം ഇവിടെയാണ്, ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ ടു വരണം അല്ലെങ്കിൽ ഫ്രം വരണം. ഇപ്പോൾ SBIയിൽ നിന്ന് വരുന്ന ട്രാൻസാക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. എൻ്റെ അനിയൻ്റെ അക്കൗണ്ടിൽ നിന്ന്, അനിയന് SBIയിലാണ് അക്കൗണ്ട് ഉള്ളത്, അനിയൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇന്ന് രാവിലെ ട്രാൻസ്ഫർ ചെയ്തു ഒരു 10 രൂപ. ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു 10 രൂപ ട്രാൻസ്ഫർ ചെയ്യ്. ആ 10 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ലിപ്പ് കിട്ടുമല്ലോ, ആ സ്ലിപ്പ് എനിക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ ആ സ്ലിപ്പ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഈ ഒരു ലെവലിലുള്ള ഒരു സ്ലിപ്പല്ല. ഓക്കെ, ഇതും SBIയുടെ സ്ലിപ്പാണ്, അതും SBIയുടെ സ്ലിപ്പാണ്. പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ പൈസ കൊടുത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. റോബിൻ പറയുന്ന പ്രകാരം റോബിൻ ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്തു എന്നാണ് റോബിൻ പറയുന്നത്. അതിൻ്റെ ചാറ്റ്സും കാര്യങ്ങളൊക്കെ റോബിൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൈസ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു സംശയം, ഈ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ അതെങ്ങനെ സംഭവിച്ചു എന്നത് ഒരു ഡൗട്ടാണ്, ഒരു സംശയമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് റോബിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി, അബിൽ ദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു GPayന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് AI ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ടേ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ കംപ്ലീറ്റ് പ്രവീണുമായിട്ടുള്ള എന്റെ ചാറ്റും അബിൽ ദേവുമായിട്ട് അത് കഴിഞ്ഞ ട്രാൻസാക്ഷന്റെ ചാറ്റും കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈച്ച് ആൻഡ് എവറി ചാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇവര് എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയ ധൈര്യമായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞിടക്ക് ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യമുള്ളൂ, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്ന കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരി. ഇതിനകത്ത് ഇപ്പോൾ സായിനെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ സ്ക്രീൻഷോട്ട് കാണുന്ന ഏതൊരാൾക്കും അങ്ങനെ തോന്നുള്ളൂ, ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ടു ഫ്രം അങ്ങനെ വരേണ്ട കാര്യം എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ അനിയനെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിച്ചപ്പോഴും അതിനകത്ത് ടു മിസ്റ്റർ അനീഷ് കുമാർ എന്നാണ് കാണിച്ചത്. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ നെയിം, എൻ്റെ ബാങ്ക് നെയിം വരുന്നത് അനീഷ് കുമാർ എന്നാണ്. അപ്പോൾ ടു മിസ്റ്റർ അനീഷ് കുമാർ, അതുകൊണ്ട് ആ മിസ്റ്റർ വന്നതിൻ്റെ M
ആണ് എനിക്ക് മേളിൽ കാണിച്ചത്. ഞാൻ അത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരാം, ലാസ്റ്റ് ഞാൻ വെച്ച് തരാം. ആ മിസ്റ്റർ എന്നുള്ള മിസ്റ്ററിൻ്റെ എം ആണ് എനിക്ക് മേളിൽ റൗണ്ടിനകത്ത് കാണിച്ചത്. പക്ഷേ ഈ സ്ക്രീൻഷോട്ട് പ്രകാരം അവിടെ കാണുന്ന റൗണ്ടിനകത്ത് വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് എഫ് ആണ്. പ്രവീണിന് എഫ് വരില്ല. അപ്പോൾ ടു ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കൊണ്ട് അവിടെ വന്നൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ടു അബിൽദേവ് എന്നോ വരുവാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് ടു ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും അതൊരു സംശയമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും അതൊരു ഡൗട്ടായിട്ട് തന്നെ നിൽക്കുകയാണ് അവിടെ. ഞാൻ ആ 2 സ്ക്രീൻഷോട്ടും കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ എൻ്റെ അനിയൻ അയച്ച സ്ക്രീൻഷോട്ടും ഈ പറയുന്ന റോബിൻ വെച്ച സ്ക്രീൻഷോട്ടും ഒരുമിച്ച് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും SBI ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത സ്ക്രീൻഷോട്ടുകളാണ് അല്ലെങ്കിൽ റെസിപ്റ്റ് ആണ്. നമുക്കത് കുറച്ച് കഴിഞ്ഞ് കാണാം. ബാക്കി കൂടി കേൾക്കാം. എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് GPay ചെയ്ത് കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിനകത്ത് എൻ്റെ മറ്റൊരു സംശയം, ഇവർക്ക് ലീഗലി എന്തുകൊണ്ട് മൂവ് ചെയ്ത് ഫണ്ട് മേടിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോബിൻ കൊടുത്ത കംപ്ലയിൻറ്റിന് എന്തിനാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. റോബിൻ കൊടുത്ത കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് റോബിനെ ഡിഫെയിം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന പേരിലാണ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റോബിനെ ഡിഫെയിം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന പേരിലാണ് റോബിൻ കംപ്ലയിൻറ്റ് കൊടുത്തത്. പക്ഷേ വേദലക്ഷ്മിയും ഈ പറയുന്ന അബിൽദേവൊക്കെ ചേർന്ന് കൊടുത്ത കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഫണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതൊരു സിവിൽ കേസ് ആയതുകൊണ്ട് അതിന് അധികം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല എന്നാണ് വേദലക്ഷ്മി പറഞ്ഞത്. പക്ഷേ ഇത് ലീഗലി മേടിക്കാൻ കഴിയാത്തൊരു കാര്യമല്ല. ലീഗലി ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റ് ലീഗൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മേടിക്കാൻ പറ്റും. എന്തുകൊണ്ട് അവർ അതിന് ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരു മീഡിയേറ്റർ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇവർ ഇപ്പോഴും ചെയ്യുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് തെളിവിടുന്നു, ഇവിടുന്ന് ആ തെളിവിനെ ബ്രേക്ക് ചെയ്യുന്നു, ഇവിടുന്ന് അടുത്ത തെളിവ് വയ്ക്കുന്നു, ആ തെളിവിന് അപ്പുറത്തുനിന്ന് ബ്രേക്ക് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയും, നമ്മളെ സംബന്ധിച്ചത് ഒരു കോണ്ടന്റ് മാത്രമാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമല്ല. ഇവർ തമ്മിൽ വയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളൂ. റോബിൻ പറയുന്ന പ്രകാരം റോബിൻ ഈ ഫണ്ട് അബിൽദേവിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ സായിയോട് അബിൽദേവ് പറഞ്ഞത് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്നാണ്. റോബിൻ കാണിക്കുന്ന ചാറ്റ് പ്രകാരം ഈ ഫണ്ട് അതിൻ്റെ റെസിപ്റ്റൊക്കെ അയച്ചതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അപ്പോഴും സംശയം നിൽക്കുന്നത് ആ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിലാണ്, ആ ഒരു വേർഡിലാണ്. ഓക്കെ, അതെനിക്ക് സംശയം വരാനുള്ള മെയിൻ റീസൺ, ഞാൻ അനിയൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ SBI അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഞാൻ കണ്ട ആ ഒരു വേർഡ് എന്ന് പറയുന്നത് ഇതുമായിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. ബാക്കി കേൾക്കാം. താങ്ക് യു. ഇത് വേദലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. ഈ ട്രാൻസാക്ഷൻ, ഈ GPay ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, ഇത് ക്രിയേറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. ഇത് അനന്തുവിൻ്റെ സ്റ്റോറിയാണ്. അതിനെപ്പറ്റിയുള്ള പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയുള്ള സ്റ്റോറി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, വേണ്ട, അതിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷനെ പറ്റി അതിൽ പുള്ളിക്കാരി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വേദലക്ഷ്മിയുടെ ആ GPay ട്രാൻസാക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റിനെ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പുറം രാജ്യങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടും ചില്ലറ കോയിനും കൈ കാണുന്നത് ഫുൾ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. റോബിനെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 എന്ന് മാത്രമായിരിക്കും, മനസ്സിലായോ? 2 ഫ്രം എന്ന് എവിടെയും വരില്ല, അല്ലെങ്കിൽ ഇത് വരില്ല, 2 ഫ്രം എന്ന് വരില്ല. ഞാൻ മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 വരിക. ഇതുണ്ട്, ഇതിന് മുകളിൽ 6 ഇത് F എന്നാ. അല്ല, അത് ആ ഫ്രം വന്നതുകൊണ്ടാണ് ആ F വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ പേരിൽ ഇപ്പം അനിയൻ അയച്ചപ്പോൾ എൻ്റെ പേരിൽ മിസ്റ്റർ അനീഷ് കുമാർ MS എന്നാണ് വന്നത്. ഓക്കെ, എൻ്റെ ബാങ്ക് നെയിം അതായതുകൊണ്ട് മിസ്റ്റർ അനീഷ് കുമാർ MS എന്ന് വന്നു. മിസ്റ്ററിൻ്റെ M ആദ്യം വന്നതുകൊണ്ട് ആ M ആണ് മേളിൽ കാണിച്ചത്. അപ്പോൾ ഇവിടെയും ഈ ഫ്രം വന്നതുകൊണ്ട് ആ F മേളിൽ വന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ടു ഫ്രം എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ. തൊട്ട് താഴെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്കാണ് ഈ ഫണ്ട് അയക്കുന്നത്, ആരുടെ പേരിലാണ് ഈ ഫണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് റോബിൻ രാധാകൃഷ്ണൻ എന്ന് താഴെ അത് മാനുവലി എഴുതുന്ന കാര്യമാണ്. പക്ഷേ മേളിൽ SBI അക്കൗണ്ട് SBI ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മേളിൽ ടു ഫ്രം അങ്ങനെ വരില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാൻ അനിയനെ കൂടെ ചെയ്യിപ്പിച്ചപ്പോഴും എനിക്ക് വന്നത് ടു മിസ്റ്റർ അനീഷ് കുമാർ MS എന്നായിരുന്നു. ഓക്കെ, ബാക്കി മനസ്സിലായില്ല. ഇത് വേറെ സ്ക്രീൻഷോട്ട്. ഇത് 1 ലക്ഷം രൂപേന്റെ, ഇത് 75,000 രൂപേന്റെ. ഒന്ന് 1 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്, ഒന്ന് 75,000 ട്രാൻസാക്ഷൻ ആണ്. ഒന്ന് 15 മാർച്ചിന് നടന്നതാണ്, മറ്റത് 13 മാർച്ചിന് നടന്നതാണ്. ഈ 2 സ്ക്രീൻഷോട്ടിലും ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് F, രണ്ടിലും F അല്ലേ, F എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതിന്റെ പേര് സായി കൃഷ്ണൻ ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ S ആണ് അവിടെ കാണിക്കുക, സ്നേഹമാണെങ്കിൽ S കാണിക്കുക, അശ്വിൻ ആണെങ്കിൽ A എന്നാണ് കാണിക്കുക. അതിൽ നോ ഡൗട്ട് ആ ഫ്രം വന്നതുകൊണ്ടാണ് F അവിടെ വന്നത്. ഇനി ഈ പറയുന്ന പ്രവീൺ എന്ന് പറയുന്ന റോബിൻ്റെ സുഹൃത്ത് പ്രവീൺ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കുമ്പോൾ അങ്ങനെ വരുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ധനലക്ഷ്മി ബാങ്കിൽ നിന്നും അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്ന മെയിൽ F തന്നെയാണ് വന്നേക്കുന്നത്. ടു ഫ്രം
റോബിൻ രാധാകൃഷ്ണൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ആളുടെ ഗൂഗിൾ പേയിൽ നിന്ന് അയക്കുമ്പോൾ അങ്ങനെ വരുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതിനകത്ത് റോബിൻ പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് റോബിൻ അയച്ചേക്കുന്നത്. അപ്പോൾ ഈ ഫണ്ട് റോബിൻ കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ റെസിപ്റ്റ് ഈ പറയുന്ന അബിൽദേവൻ അയച്ചിട്ടുണ്ട്, പ്രവീൺ അയച്ചു കൊടുത്ത റെസിപ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫണ്ട് കൊടുത്തിട്ടുണ്ട് റോബിൻ. ആ ഫണ്ട് റോബിൻ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ദിവസം അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് അബിൽദേവ് പറയുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് അബിൽദേവാണ്. അബിൽദേവ് അന്നത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ പുറത്തു വിടേണ്ടി വരും. ഇതാണ് നടക്കുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തെളിയിക്കാൻ ശ്രമിക്കുന്നു, അവരത് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവർ വീണ്ടും തെളിയിക്കാൻ ശ്രമിക്കുന്നു, അവർ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പം അബിൽദേവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അന്ന് ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത്, ട്രാൻസാക്ഷൻ പുറത്തുവിടേണ്ടത്. ബാക്കിയേക്കാം. ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ എഫ് കാണിക്കുള്ളൂ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി അതും പോട്ടെ, ദാറ്റ്സ് പോസിബിൾ. ആ ഫ്രം വന്നതുകൊണ്ടാണ്. ആ ഫ്രം എന്തുകൊണ്ട് വന്നതെന്ന് നമുക്കറിയത്തില്ല. ആ ഫ്രം വന്നതുകൊണ്ടാണ് അവിടെ മേളിൽ എഫ് വന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ബാക്കി അപ്പുറത്തെ ടൂല് കിടക്കുന്നത് അബിൽദേവ് കെ അടിയിൽ. അബിൽദേവ് കെ ആണ് ഇതിൽ ടൂല് കിടക്കുന്നത്. അബിലിനെ വിളിച്ച് ഞാൻ ഈ ഡേറ്റിൽ അബിലിന് പൈസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബിൽ പറഞ്ഞു ഈ ഡേറ്റിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. മനസ്സിലായോ? ഈ ടൈമിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. പിന്നെ അബിൽദേവിൻ്റെ പൈസ വരുമ്പോൾ അത് അബിൽദേവിൻ്റെ വൈഫിൻ്റെ പേരാണ് കാണിക്കുക. അബിൽദേവിൻ്റെ ഗൂഗിൾ പേക്ക് പൈസ വരികയാണെങ്കിൽ അതിൽ വൈഫിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഈ സാധനങ്ങൾ വരിക. അപ്പോൾ അത് പോട്ടെ. ഇപ്പോൾ അതെൻ്റെ ഒരു സംശയമാണ്. അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് പോവുകയാണെങ്കിൽ വൈഫിൻ്റെ പേര് എങ്ങനെ വരും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ അനീഷ് കുമാർ MS എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലേക്ക് ഫണ്ട് വരുവാണെങ്കിൽ ടു അനീഷ് കുമാർ MS എന്നേ വരുള്ളൂ. ഇപ്പോൾ സായി കൃഷ്ണ എന്നുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് പോകണമെങ്കിൽ ടു സായി കൃഷ്ണ എന്നല്ലേ വരുള്ളൂ. അങ്ങനെ വൈഫിൻ്റെ പേരോടെ എങ്ങനെ വരുന്നത്? അതൊരു കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ്. ബാക്കിയേക്കാം. ടു അബിൽ കാണിച്ചു, പക്ഷേ ഇവിടെ ടു ഫ്രം മോള് റോബിൻ രാധാകൃഷ്ണൻ, അടിയിൽ ടു അബിൽ. ഫ്രം പ്രവീൺ പി. മനസ്സിലായോ? ഫ്രം വരുന്നത് പ്രവീൺ പി, ടു അടിയിൽ ഫ്രമും ടൂവും വേറെ രണ്ടാൾക്കാർ, മോള് ടു ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് ഏത് ഗൂഗിൾ പേ? എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഇത് ഈ സാധനം തന്നെയാണ് ഇന്നലെ ലക്ഷ്മി എടുത്ത് സ്റ്റോറി ഇട്ടത്. ഇതിന് നമുക്ക് ഇപ്പോൾ സായി അല്ല, ഇത് കാണുന്ന ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, താഴെ ഫ്രം പ്രവീൺ സോ പ്രവീൺ എന്നുള്ള പേര് കാണിക്കുന്നു, ടു അബിൽദേവ് എന്ന് കാണിക്കുന്നു. അപ്പം മേളിൽ ഫ്രം ടു ഒരുമിച്ച് വരുന്നത് അങ്ങനെ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് ഒന്നുകിൽ റോബിൻ തെളിയിക്കണം, അല്ലെങ്കിൽ ഈ ഫണ്ട് ഈ സമയത്ത് ഈ ദിവസം അബിൽദേവിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നുള്ളത് അബിൽദേവ് തെളിയിക്കേണ്ട കാര്യമാണ്. ബാക്കിയേക്കാം. ലക്ഷ്മി ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇന്നലെ രാത്രി കണ്ടപാടെ ഞാൻ ആലോചിച്ചു അബിൽദേവിനെ വിളിച്ച് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി കൃഷ്ണയുടെ വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് സായി പറയുന്നുണ്ട് ആ 2 GPay ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് പ്രവീൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അബിൽദേവിന് ഫണ്ട് പോയിരിക്കുന്നത്. അതിനകത്ത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി അബിൽദേവിന്റെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് വ്യക്തമായിട്ട് സായി ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെടുത്ത് ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മി സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടേക്കുന്നതും സായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് ഞാൻ എവിഡൻസുകൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഹൈപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടന്റെ എന്റെ വാട്സ്ആപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 11 അബിൽദേവിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. GPay നമ്പർ കൂടെ എന്തായാലും ഇട്ടേ. ഇത് പ്രവീൺ ചേട്ടന്റെ വോയിസ് ആണ്. GPay നമ്പർ ആവശ്യപ്പെട്ട് പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരന്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിന്റെ ചാറ്റാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം. ഈ ചാറ്റ് പ്രകാരമാണ് ഈ സംശയം വന്നേക്കുന്നത്. നിങ്ങൾ മേളിൽ നോക്കുക, ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ. ആ ഫ്രമിൻ്റെ F ആണ് മേളിൽ കാണുന്ന F. ഓക്കെ, ഇനി താഴേക്ക് വരികയാണെങ്കിൽ ടു അബിൽദേവ് കെ ഫ്രം പ്രവീൺ പി. ഇതിനിടയിൽ കൂടി ഒരു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ കാണിക്കുന്നുണ്ട് ഈ 1 ലാക്കിൻ്റെ താഴെയായിട്ട്. അത് നമുക്ക് തന്നെ മാനുവലി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മേലത്തെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോഴും ഒരു സംശയമായിട്ട് നിൽക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ അനിയൻ എനിക്ക് അയച്ച സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ആ സംശയം പറയുന്നുള്ളത്. ബാക്കിയേക്ക്. 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജന്റാണ് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടന്റെ കമ്പനി. കണ്ടല്ലോ, ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആളുടെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന അബിൽദേവിന് അയച്ച ഫണ്ടിന്റെ ഡീറ്റെയിൽ ആണിത്. 25,000 രൂപ. അതിലും ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ മേളിൽ F കാണിക്കുന്നുണ്ട്. ആ ഫ്രമിൻ്റെ F കാണിക്കുന്നുണ്ട്. താഴെ ടു അബിൽദേവ്, ഇടയ്ക്ക് റോബിൻ രാധാകൃഷ്ണൻ കാണിക്കുന്നുണ്ട്. ഫ്രം അക്വാ വൺ സെൻറ്റർ ധനലക്ഷ്മി ബാങ്ക്, SBI അല്ല കേട്ടോ, ധനലക്ഷ്മി ബാങ്കിൽ നിന്നാണ്. അപ്പോൾ ബാങ്കിൻ്റെ പ്രശ്നമല്ല ഇത് ഗൂഗിൾ പേ. ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ അല്ലെങ്കിൽ ആളുടെ ഫോണിൽ നിന്ന് ആ ഗൂഗിൾ പേയിൽ നിന്ന് പോകുമ്പം ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ള ഒരു സംഭവം വരേണ്ട കാര്യമില്ല അവിടെ. കാര്യം ഇത് അയക്കുന്നത് റോബിൻ്റെ അക്കൗണ്ടിലേക്കല്ല. ഓക്കെ, അബിൽദേവിൻ്റെ ടു വരുന്നത് അബിൽദേവിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ അവിടെ റോബിൻ്റെ പേര് വരേണ്ട കാര്യമില്ല. ആകെ വരാൻ സാധ്യതയുള്ളത് ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു മാനുവലി എഴുതുന്ന ആ ഒരു പോർഷനിൽ മാത്രമാണ് റോബിൻ്റെ പേര് വരേണ്ട കാര്യമുള്ളൂ. അത് എഴുതിയാൽ മാത്രം, അല്ലാതെ ഇവിടെ എവിടെയും റോബിൻ്റെ പേര് വരേണ്ട കാര്യമില്ല. പക്ഷേ ഈ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. പ്രവീണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് പോകുമ്പോൾ ഇടയ്ക്ക് റോബിൻ്റെ പേര് വരേണ്ട കാര്യമില്ല.
അത് വരണമെങ്കിൽ അവിടെ പ്രവീൺ മാനുവലി എഴുതി വെക്കണം. ഓക്കെ, ഇവിടെ പ്രവീൺ മാനുവലി എഴുതി വെച്ചിട്ടുണ്ട് റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ളത്. മേളിൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും സംശയമായിട്ട് നിൽക്കുകയാണ്. ബാക്കി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 27,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞ ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലിൻ ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 20,000 കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാർച്ച് 18 ബുധനാഴ്ച പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എന്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ, ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിൻ്റെ അകത്ത് അബിൽ ദേവൻ അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിനകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റിന്റെ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽ ദേവൻ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12 പുള്ളിക്കാൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13 അന്ന് പുള്ളിക്കാൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ റെസിപ്റ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, പുള്ളിക്കാൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് പല ട്രാൻസ്ഫർ എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം 1 lakh ട്രാൻസ്ഫർ, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരൻ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽ ദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റ് ആണ് ഈ കാണുന്നത്. അബിൽ ദേവൻ ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു, SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടൻ്റെ വോയിസ് 14 അബിൽ ദേവിന് അയച്ചു കൊടുത്ത് ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ട് നോക്കും. അബിൽ ഗോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്കുണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാം. ഇനിയിപ്പോൾ നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. അത് 2 അക്കൗണ്ടിൽ നിന്നായിട്ട് 1 വീതം ഇട്ട് തന്ന് 1 ലക്ഷം വീതം ഇട്ട് തരാം. പിന്നെ 2 ലക്ഷം രൂപ നാളെ തരാൻ പറ്റും. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ് ഞാൻ അബിൽ ദേവൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് 75,000 രൂപ വീണ്ടും പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കുന്ന ട്രാൻസാക്ഷൻ സ്ലിപ്പ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25,000 രൂപ അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കുന്നതിൻ്റെ സ്ലിപ്പ്. ഇപ്പോൾ 75 കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അബിൽ ദേവിൻ്റെ GPay നമ്പർ ഞാൻ മേടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ മാർച്ച് 16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ റെസിപ്റ്റ് ഞാനത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിനകത്ത് ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വേണ്ട 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 25,000 രൂപ. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽ ദേവൻ ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് മാർച്ച് 16 നടക്കുന്നത്. ഓക്കെ, ബാലൻസ് 2,10,000 രൂപ. ഓക്കെ, ആ സ്ക്രീൻഷോട്ട് കാണിച്ചതിനകത്ത് ടു അബിൽ ദേവ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് റോബിൻ അബിൽ ദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഡീറ്റെയിലിനകത്ത് ടു അബിൽ ദേവ് എന്ന് കാണിച്ചിരിക്കുന്നത്. പക്ഷേ പ്രവീൺ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, താഴെ ടു അബിൽ ദേവ് ഫ്രം പ്രവീൺ. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ ആരും തെറ്റു പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത് തെളിയിക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അബിൽ ദേവിന് മാത്രമേ ഉള്ളൂ. സായിയോട് അബിൽ ദേവ് പറയുന്നത് ആ ദിവസം ഫണ്ടൊന്നും വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അതാണ് സായി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വീണ്ടും എമൗണ്ട് 1,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതിൻ്റെ റെസിപ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ബ്രോ 5 lakhs ട്രാൻസ്ഫർ, ബാലൻസ് 1 lakh. ഓക്കെ, 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാലൻസ് 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് വീണ്ടും കാശിൻ്റെ കാര്യം ചോദിക്കുന്ന അബിൽ ദേവ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18 പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വീണ്ടും 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത 1 ലക്ഷം രൂപ. നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ. അതിൻ്റെ അകത്ത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ ചേട്ടനും ഞാനും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റോബിൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തെളിയിച്ച കാര്യങ്ങൾ. റോബിൻ ഈ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, കാരണം റെഫറൻസ് നമ്പറും കാര്യങ്ങളെല്ലാം റോബിൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അബിൽ ദേവിന്. അപ്പോൾ ഫണ്ട് പോയിട്ടില്ല എന്ന് അബിൽ ദേവ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഇനി അബിൽ ദേവ് തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഡൗട്ട് പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 1 lakhൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, നേരത്തെ നമ്മൾ സംസാരിച്ച ആ കാര്യം തന്നെയാണ്. 1 lakhൻ്റെ സ്ക്രീൻഷോട്ട് സ്ലിപ്പ്, അതിനകത്ത് ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, മേളിൽ റൗണ്ടിനകത്ത് F വരുന്നു, തൊട്ട് താഴെ ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, അത് കഴിഞ്ഞിട്ട് ടു അബിൽ ദേവ് ഫ്രം പ്രവീൺ P. ഇതാണ് വന്നേക്കുന്നത്. ഇനി എൻ്റെ അനിയൻ എനിക്ക് അയച്ച സ്ക്രീൻഷോട്ട്, റെസിപ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട്, ടു മിസ്റ്റർ അനീഷ് കുമാർ MS. ഓക്കെ, എൻ്റെ ബാങ്ക് നെയിം അനീഷ് കുമാർ MS എന്നായതുകൊണ്ട് ടു അനീഷ് കുമാർ MS. ആ മിസ്റ്റർ അവിടെ വന്നതുകൊണ്ട് ആ മിസ്റ്ററിൻ്റെ M ആണ് മേളിൽ വന്നത്. ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് വന്നതുകൊണ്ട് ആ ഫ്രമിൻ്റെ F അവിടെ മേളിൽ വന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ ആ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്തിനവിടെ വന്നു എന്നുള്ളത് അറിയില്ല. അതിപ്പം SBI നിന്ന് ഷെയർ ചെയ്തപ്പോഴും
ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് പ്രവീൺ ഷെയർ ചെയ്തപ്പോഴും ഒരേപോലെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ പ്രവീണിൻ്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കാം കാണിക്കുന്നത്. ഓക്കെ, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനി ഒന്നുകിൽ അതിൽ നിന്നൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഈ പ്രവീണിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് മറ്റൊരാളുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ സ്ലിപ്പ് നമുക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. മറ്റൊരാളുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അബിൽദേവിൻ്റെ അല്ല മറ്റൊരാളുടെ എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഇങ്ങനെയാണോ പോകുന്നുള്ളത്, ഈ ടു ഫ്രം വെച്ചാണോ പോകുന്നുള്ളത്. ഇവിടുത്തെ അനിയൻ എനിക്ക് അയച്ചപ്പോൾ ടു മിസ്റ്റർ അനീഷ് കുമാർ എം എസ്, മെയിലിൽ എം വന്നു, മിസ്റ്ററിൻ്റെ എം വന്നു. അത് കഴിഞ്ഞിട്ട് ടു മിസ്റ്റർ അനീഷ് കുമാർ എം എസ് ഫ്രം അഖിൽ എം എസ്, അനിയൻ്റെ പേര് അഖിൽ എം എസ്. ഇതാണ് എൻ്റെ അനിയൻ. എനിക്ക് ഞാൻ 10 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ അയച്ചപ്പം എനിക്ക് വന്ന സ്ലിപ്പ് ഇങ്ങനെയാണ്. ഇതിനകത്ത് ടു മിസ്റ്റർ അനീഷ് കുമാർ എം എസ്, ആരുടെ അക്കൗണ്ടിലേക്കാണോ പോകേണ്ടത് ആ പേര് മെയിലിൽ വരത്തുള്ളൂ. ഇതും SBI ബാങ്ക് തന്നെയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. പക്ഷേ പ്രവീൺ അയച്ചപ്പോൾ അവിടെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് വന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും സംശയമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതൊരു AI ജനറേറ്റർ ആണെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല. റോബിൻ ആ ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ അബിൽദേവിന് അയച്ച ചാറ്റിനകത്ത് റഫറൻസ് നമ്പർ ഉൾപ്പെടെ റോബിൻ അയച്ചിട്ടുണ്ട്. അത് കള്ളമാണ് എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം ഇപ്പോഴും അവിടെ സംശയമായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു എന്നുള്ളത് സംശയമായിട്ട് തന്നെ നിൽക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റോബിൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ റോബിൻ അത് കൃത്യമായിട്ട് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെച്ചു എന്ന് പറഞ്ഞ ഒരു ഷഹസാദ് എന്ന് പറഞ്ഞ ഒരാളുടെ, ഒരു മുഹമ്മദ് ഷഹസാദ്, പുള്ളിക്കാരൻ ഷെയർ ചെയ്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. റോബിൻ പച്ചത്തേറി പൈസ കൊടുക്കാനുണ്ട് അയാൾക്ക്, വളരെ മോശമായിട്ട് പച്ചത്തേറി അയാളെ വിളിക്കുന്ന ഒരു ഓഡിയോ അയാൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ഒരു ആപത്തിൽ സഹായിച്ച ആൾക്കാരെ പൈസ തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ തിരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പൈസ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ തെറി പറയുക എന്തിൻ്റെ പേരിലാണെങ്കിലും അതൊക്കെ വളരെ മോശമാണ്. റോബിൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തു തീർക്കുക. പിന്നെ ഇവർ ഈ ഫണ്ട് ഇത്രയൊക്കെ എമൗണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതൊന്നും അതൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 45 ലക്ഷം രൂപ ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവർ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണ് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയൊക്കെ എമൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഒട്ടും മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. സൗഹൃദത്തിൻ്റെ പേര് കൊടുത്തതാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ഇത്രയും എമൗണ്ട് കൊടുത്ത് ഈ ഫണ്ട് എവിടെ നിന്ന്, ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, ഇതൊരു വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചോട്ടെ. പക്ഷേ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ വെച്ച് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.